السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ദുൽഹിജ്ജ മാസം 19 മലബാറിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ ഹയാത്താക്കാൻ അള്ളാഹു ഒരുപാട് പണ്ഡിത സൂര്യ തേജസ്സുകൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച അതേ പാത നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ചൈത്ര യാത്രയുമായി കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആ പുണ്യപാന്താവിന് ഒരു കോട്ടവും തട്ടാതെ ഈ കൈരളിക്ക് സമ്മാനിച്ച പ്രഗത്ഭരാണ് മഖ്ദൂമിങ്ങൾ. അവരിലൂടെ ഈ പുണ്യവഴി ദീപം തെളിയിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ മാർഗത്തിന് അടിവരയിട്ട് 926 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും രൂപീകരിച്ചു. അനവധി പണ്ഡിത സൂര്യ തേജസ്സുകൾ സമസ്തയിലൂടെ വളർന്നു വന്ദലിച്ചു. പ്രിയമുള്ളവരെ, ആ മുഷാവറ മെമ്പർമാരിൽ ഒരാളായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുഷാവറ മെമ്പറായിരുന്നു ബഹുമാനപ്പെട്ട പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാർ. മഹാനവറുകൾ 1989 ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറയുന്നത്. തൻ്റെ പിതാവ് ഉണ്ണീദ് മുസ്ലിയാർ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് പരിശുദ്ധമായ ദീനിന്റെ ഉലൂമുകൾ അദ്ദേഹം പഠിച്ചത്. പിതാവിന്റെ വഫാത്തിന്റെ ശേഷം തൻ്റെ അമ്മാവനായിരുന്ന അബ്ദുറഹ്മാൻ ഫദ്ഫരി കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ, അദ്ദേഹം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിലൊക്കെ മുദരിസായിരുന്നു. മഹാനായ ബാപ്പുട്ടി ഉസ്താദ് അവറുകളെ ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കളെ അനുസ്മരിക്കുന്നത് ഇബാദത്തും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണവുമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പലത്തെ ബാപ്പുട്ടി മുസ്ലിയാർ അദ്ദേഹം നീണ്ട 43 വർഷത്തെ ഇസ്ലാമിക തദ്രീസിന്റെ കാലഘട്ടങ്ങളിൽ അനവധി പണ്ഡിത മഹത്തുക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തായിരുന്ന മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ബാപ്പുട്ടി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഇന്നും സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ മഹാനായ ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് പെരുമ്പലം ബാപ്പുട്ടി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഒരു സമയം പോലും അവരുടെ ജീവിതത്തിൽ വേസ്റ്റാക്കിയിരുന്നില്ല. എവിടത്തെങ്കിലും യാത്ര ചെയ്യുമ്പോഴും താൻ പഠിച്ചു വെച്ച ഷായർ ബൈത്തുകളും അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിന്റെ ഇബാറത്തുകളെ കുറിച്ചുള്ള ചിന്തയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുമാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തിരുന്നത്. ഒരു വേളയിൽ മഹാനായ ബാപ്പുട്ടി ഉസ്താദ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു തീപ്പെട്ടി കൊണ്ടുവരൂ. 1-2 ദിവസം തീപ്പെട്ടി കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തീപ്പെട്ടിയുമായിട്ട് പോകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്തിനാണ് തീപ്പെട്ടി കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? കുട്ടികളൊന്നും ചോദിച്ചില്ല, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു കോട്ടുവായ ഇടുന്നൊരു പ്രശ്നമുണ്ടാകാറുണ്ട്. ഇത് ഞാനൊരു വൈദ്യരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ പുകയില പോല അത് ചുരുട്ടിയിട്ട് ചുരുട്ട് എന്ന് പറയപ്പെടുന്ന ഒരു തരം പുകവലിക്ക് പകരമായിട്ട് അവർ വലിച്ചിരുന്നു. അതൊന്നൊരല്പസമയം നിങ്ങൾ വലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണത് വലിച്ചിരുന്നത്. കാരണം അല്ലാത്ത സമയങ്ങളിലൊക്കെ സദാ ദാക്കിറായിരുന്നു. സദാ ഇബാദത്തുമായി ബന്ധപ്പെട്ട കൽബും നാക്കും ദിക്ർ കൊണ്ട് പച്ച പിടിപ്പിക്കുന്ന മഹാനായിരുന്നു ബാപ്പുട്ടി ഉസ്താദ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ലല്ലോ. ആ സമയത്താകാം
ഈ പ്രവൃത്തിക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, അധ്വാനിച്ച് പഠിക്കുക. അധ്വാനിച്ച് പഠിച്ചിട്ട് ഇൽമ് നേടിയ മഹാനായിരുന്നു ബാപ്പുട്ടി ഉസ്താദ്. അധ്വാനിക്കാതെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് പഠിച്ചിരുന്നു മഹാനവറുകൾ. തൻ്റെ കൂടെ പഠിച്ചിരുന്ന സതീർത്ഥ്യരും തൻ്റെ ഉസ്താദുമാരുമൊക്കെ ബാപ്പുട്ടി ഉസ്താദിനെ ഇങ്ങനെ അനുസ്മരിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ പഠിച്ച് നല്ല കിതാബൊക്കെ തിരിഞ്ഞ് ഫത്വ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോളേജിലേക്ക് പോകേണ്ട സമയമായപ്പോൾ ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ അബ്ദുറഹ്മാൻ ഫൽഫരി അവറുകൾ പറയുകയുണ്ടായി, ഇനി നീ കോളേജിലേക്കൊന്നും പോകണ്ട, നീ ദർസ് നടത്തിക്കോ എന്ന തൻ്റെ ഉസ്താദിൻ്റെ, തൻ്റെ അമ്മാവനും കൂടിയാണ്, തൻ്റെ മാതാവിൻ്റെ സഹോദരനാണ് അബ്ദുറഹ്മാൻ ഫൽഫരി റളിയല്ലാഹു അൻഹു. അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. പണ്ഡിത കുടുംബത്തിലാണ് മഹാനവറുകൾ ജന്മം കൊള്ളുന്നത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവരുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന പരപ്പനങ്ങാടി പനയത്തിൽ ജുമാ മസ്ജിദിലെ ദീർഘകാലമായിട്ട് മുദരിസായിരുന്ന മേൽമുറിയിലെ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട NV മുഹമ്മദ് ബാക്കവി കാവന്നൂരിൽ ഇപ്പോൾ ദർസ് നടത്തുന്ന മുഹമ്മദ് ബാക്കവി ഉസ്താദ് അവർകൾ, അവരുടെ പിതാവാണ് കോയാമുട്ടി മുസ്ലിയാർ. അവരൊക്കെ മഹാനായ ബാപ്പുട്ടി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. പ്രിയമുള്ളവരെ, കുട്ടി മുസ്ലിയാരുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുട്ടി മുസ്ലിയാർ അവരുടെ വഫാത്തായപ്പോൾ, അമ്മാവനാണല്ലോ കുട്ടി മുസ്ലിയാർ, ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഓമാനൂരിലെ പള്ളിയിലെ മുദരിസായിരുന്നു. അപ്പൊ വഫാത്തിന്റെ സംസ്കരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഉസ്താദ് തൻ്റെ അമ്മാവൻ മരിച്ചിട്ട് അന്ന് വീട്ടിൽ പോയിക്കല്ല ചെയ്തത്, നേരെ പള്ളിയിലേക്ക്, തൻ്റെ ദർസ് നടത്തുന്ന പള്ളിയിലേക്ക് പോയി. അവിടെ പോയിട്ട് ആ വഫാത്തിന്റെ സമയത്ത് പങ്കെടുത്ത സമയത്ത് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ അദ്ദേഹം അത് തുടർന്ന് എടുത്തു കൊടുത്ത് അതിൽ സൂക്ഷ്മ പുലർത്തിയിരുന്നു. അതുതന്നെയല്ലേ മഹാനായ കാളമ്പാടി ഉസ്താദിലൂടെ നമ്മൾ കണ്ടത്, ആ ശിഷ്യനിലൂടെ കണ്ടത്. തൻ്റെ 2 മക്കള് ആക്സിഡന്റിൽ അപകടം സംഭവിച്ചപ്പോൾ വിവരം പറഞ്ഞപ്പോൾ കണ്ണ് തുടച്ചുകൊണ്ട് തോന്നുമ്പോൾ തുറക്കാനും തോന്നുമ്പോൾ പൂട്ടാനുമുള്ളതല്ല കിതാബ്, ഹദീസ് ഗ്രന്ഥം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പിന്നീട് മറുപടി കൊടുത്തു. ബാപ്പുട്ടി ഉസ്താദിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഓതിപ്പടിക്കുന്ന കാലത്ത് കുറച്ച് കുട്ടികൾ തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മമ്പുറത്തെ സ്വലാത്തിന് പോകാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു. മുതഅല്ലിമീങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയും പ്രചോദനവും നൽകുന്ന സന്ദേശമാണിത്. ഉസ്താദ് അവർകൾ പറഞ്ഞു, നിങ്ങൾ മമ്പുറത്തെ സ്വലാത്തിന് പോകണം, പോയിക്കോളൂ. നിങ്ങൾ അവിടെ പോയിട്ട് യാസീനും ഒക്കെ ഓതിയിട്ട് ഇഖ്ലാസൊക്കെ ഓതി ദുആ ചെയ്തിട്ട് മഗ്രിബിന് ഇങ്ങോട്ട് തിരിച്ചു വരിക. സ്വലാത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട. കാരണം നിങ്ങൾ മുതഅല്ലിമീങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങൾ 1-ാം ദർസിലാണ്, കിതാബോദാനാണ് എന്നാണ് മഹാനായ ബാപ്പുട്ടി ഉസ്താദ് എന്ന മറുപടി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ദർസിൽ ആധുനിക കാലഘട്ടത്തിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഉറുദുവും കണക്കുമൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകം ആളുകളെ തൻ്റെ ദർസിൽ നിയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലുണ്ട്. മഹാനായ ബാപ്പുട്ടി ഉസ്താദ് അവർകൾ തൻ്റെ പിതാവിൻ്റെ കൂടെ എൻ്റെ പ്രദേശമാകുന്ന മുടിക്കോട് മഹല്ലിൽ പിതാവ് ദർസ് നടത്തുകയും അവിടെ കിതാബ് ഓതിപ്പടിച്ചു ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിയാർ. അതേ പിതാവ് ദർസ് നടത്തിയ ആ കുട്ടിയെ ഓതിപ്പടിച്ച അതേ പള്ളിയിലേക്ക് പിന്നീട് മുദരിസായിട്ട് ബാപ്പുട്ടി ഉസ്താദ് കടന്നു വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജാമിഅ നൂരിയ അറബിക് കോളേജിലും റഹ്മാനിയ കോളേജിലും നന്ദിയിലും ഒക്കെ മുദരിസായി ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട MP മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഉസ്താദിൻ്റെ അടുത്ത് ഓതിപ്പടിച്ചിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനിനെ ഹയാത്താക്കിയ മഹത്തുക്കളെ നാം തിരിച്ചറിയണം, അവരുടെ പാത പിൻപറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ വർഷം 1410 ദുൽഹിജ്ജ മാസം 19 ഈ ദിവസമാണ് മഹാനായ പെരുമ്പലം ബാപ്പുട്ടി ഉസ്താദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.